KSBA ലേഡി ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ മൂന്നാമത് വാർഷിക സംസ്ഥാന സമ്മേളനം മെയ് 12-ന് പറവൂർ ടൗൺ ഹാളിൽ വെച്ച് നടക്കും. സമ്മേളനത്തിന് മുൻപായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നഗരത്തിൽ പ്രകടനവും നടത്തുന്ന കാര്യങ്ങൾ നോർത്ത് പറവൂർ പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ KSBA രക്ഷാധികാരി ES ഷാജി, സംസ്ഥാന സെക്രട്ടറി നെറിൻ ജോൺസൺ, സംസ്ഥാന ട്രഷറർ ലിസി ജോസഫ് എന്നിവർ മാധ്യമങ്ങളെ അറിയിച്ചു. 3 വർഷത്തിലൊരിക്കലാണ് ഞങ്ങളുടെ സമ്മേളനങ്ങൾ നടക്കാറുള്ളത്. ഈ സമ്മേളനത്തിൽ ഏതാണ്ട് 10-800 വരുന്ന പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് തന്നെ രാവിലെ നമ്മുടെ ചാനലുകളൊക്കെ അവിടെ ചെന്ന് പ്രകടനം ആരംഭിച്ച് ടൗൺഹാളിൽ വന്നിട്ടാണ് സമ്മേളനം നടക്കുന്നത്. 1ാം വാർഷികം, അതായത് 3 വർഷമായി ഞങ്ങൾക്ക് ഈ സംഘടന വന്നിട്ട് 3 വർഷത്തിലൊരിക്കലാണ് സംസ്ഥാന സമ്മേളനമായിട്ട് ആചരിക്കുന്നത്. അത് നമുക്ക് ഈ വരുന്ന ചൊവ്വാഴ്ച 12-ാം തീയതിയാണ് പറവൂർ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനം രാവിലെ 9 മണിക്ക് ചേന്ദമംഗലം ജംഗ്ഷനിൽ നിന്ന് പ്രകടനത്തോടു കൂടിയാണ് സമ്മേളനം ആരംഭിക്കുന്നത്. സമ്മേളനം 10 മണിക്ക് ടൗൺ ഹാളിലെത്തി അവിടുന്ന് അതിനോടനുബന്ധിച്ചുള്ള ഉദ്ഘാടനവും പിന്നെ പ്രതിനിധി സമ്മേളനവും കൂടിയാണ് നമ്മുടെ ഈ സമ്മേളനം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് യൂസർ ഫീ ഒഴിവാക്കുക. ഇപ്പോൾ നമ്മൾ യൂസർ ഫീ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഹരിത കർമ്മസേനയ്ക്ക് നമ്മളുടെ എല്ലാ കടകളിൽ നിന്നും 100 രൂപ വീതം ഞങ്ങൾ ഈടാക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങളുടെ മുടി വേസ്റ്റുകളോ മറ്റുള്ള വേസ്റ്റുകളോ കൊണ്ടുപോകാൻ തയ്യാറല്ല. അപ്പോൾ അത് ഞങ്ങൾ ഇവിടെ ഫെബ്രുവരി 13-14 തീയതികളിൽ ഇവിടെ സെക്രട്ടേറിയറ്റിൽ ധർണ നടത്തിയിരുന്നു. ഇപ്പോഴും അതിനൊരു പരിഹാരമായിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ മുടി വേസ്റ്റ് എല്ലാം കൊണ്ടുപോകുന്നതിന് ആഷിലോജിക്ക എന്നൊരു കമ്പനിയായിട്ട് ഇതായിക്കൊണ്ട് അത് അവർ കൊണ്ടുപോകുന്നുണ്ട്. 200 രൂപ ഞങ്ങൾ അതിന് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഹരിതകർമ്മസേന ഒന്നിലോ ഞങ്ങൾക്ക് യൂസർ ഫീ ഒഴിവാക്കി തരിക, അല്ലെങ്കിൽ ഞങ്ങളുടെ വേസ്റ്റുകളെല്ലാം കൊണ്ടുപോകാൻ ഞങ്ങൾ ഇതിൽ കൂടുതൽ പൈസ കൊടുത്ത് സഹായിക്കാൻ തയ്യാറാണ്. ഇതാണ് ഒരു നിബന്ധന. രണ്ടാമത് പറയാനുള്ളത് ESI പരിഗണന നൽകുക. ഒരു ലേഡി ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനവധി ആൾക്കാർ ഒരു ദിവസം മുഖാമുഖം ഇടപഴകുന്ന വ്യക്തികളാണ്. അപ്പോൾ പല അസുഖങ്ങളും വരാൻ സാധ്യതകളാണ്. എന്നാൽ ഞങ്ങളെ ഇതുവരെയും ഗവൺമെന്റ് പരിഗണിച്ചിട്ടില്ല, ESIയിൽ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ അതും ESIയിൽ പരിഗണിച്ച് തരണമെന്ന് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ്. താലൂക്ക് പ്രസിഡന്റ് സിമി ബെന്നി, സെക്രട്ടറി ദീപ ഷിലീബ്, പ്രസിഡന്റ് KK ശ്രീഗുരു, ജില്ലാ വൈസ് പ്രസിഡന്റ് NK ഗിരീഷ് എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.